ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് എങ്ങനെ ചിക്കൻ കറി വീട്ടിൽ തയ്യാറാക്കാം എന്നതാണ്. അപ്പോൾ അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് 2 കിലോ ചിക്കനാണ്. നിങ്ങൾ 1 കിലോ ചിക്കൻ ആണെങ്കിൽ ആ അളവിനുള്ളത് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ആദ്യം നമ്മൾ കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അതുപോലെ തന്നെ ഉപ്പും ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഒരുവിധം എല്ലാവർക്കും ചിക്കൻ കറി വയ്ക്കാൻ അറിയുന്നുണ്ടായിരിക്കും. പക്ഷെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് വെറുമൊരു ചിക്കൻ കറിയല്ല, എങ്ങനെ ടൈം സേവ് ചെയ്ത് ചിക്കൻ കറി തയ്യാറാക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് ചിക്കൻ കറി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായി ഞാൻ ആദ്യം തന്നെ ഒരു കുക്കറിലേക്ക് ഈ മസാല പുരട്ടിയ ചിക്കനൊക്കെ ഇട്ട് വേവിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനൊരു 10 മിനിറ്റ് വേണ്ടി വരും. ആ ഒരു 10 മിനിറ്റ് വേവിച്ചാൽ മതിയാവും. അപ്പോൾ എല്ലാ ചിക്കനും അതിലേക്ക് ഇട്ടു. ഇനി മൂടി വെച്ച് നമുക്കൊരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ഈ 10 മിനിറ്റിൻ്റെ ഉള്ളിലാണ് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒനിയൻ അരിഞ്ഞു വെക്കാനുള്ള പരിപാടി നോക്കാം. അപ്പോൾ ഈ നടുവിലത്തെ സാധനം നമ്മൾ എടുത്ത് കളയണം, അല്ലെങ്കിൽ കറിക്ക് ഒരു കയ്പ്പരസമായിരിക്കും. അപ്പോൾ വൃത്തിയാക്കിയ ഒനിയനൊക്കെ വെള്ളത്തിലിട്ട് വെച്ച് നമുക്ക് അരിഞ്ഞെടുക്കാം. അപ്പോൾ നമുക്ക് കണ്ണിന് അധികം വെള്ളം വരില്ല. നല്ല തിന്നായിട്ട് എടുക്കുകയാണെങ്കിൽ വേഗം തന്നെ ഒനിയൻ നമുക്ക് വാടി കിട്ടും. ഒനിയൻ അരിഞ്ഞു കഴിഞ്ഞാൽ ഒരു പാത്രം വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് ഞാനിതിൽ കുറച്ച് ഏലക്കായും കറുവപ്പട്ടയും ആഡ് ചെയ്യുന്നുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. 1 കിലോ ചിക്കനാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ 4 ഒനിയനാണ് കണക്ക്. അപ്പോൾ പെട്ടെന്ന് വാടി വരാനായിട്ട് കുറച്ച് ഉപ്പും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഒനിയൻ വാടി വരുന്ന സമയത്ത് ഇഞ്ചി വെളുത്തുള്ളി നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കണം. 1 കിലോ ചിക്കന് 10 അല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് കണക്ക്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമുക്കിനി ഇട്ട് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് മൂടി വയ്ക്കാം. കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. പച്ചമുളക് കീറി ഇട്ട് കൊടുക്കാം. ഒരു 3 4 ഇട്ട് കൊടുക്കാം 1 കിലോ ചിക്കന്. അപ്പോൾ ഇതൊന്ന് നന്നായി ഇനി വാടി വരണം, ഒനിയനൊക്കെ ഒന്ന് നന്നായി വാടി വരണം. ആ ഒരു ടൈമിൽ ഒരു 3 തക്കാളി, 1 കിലോ ചിക്കന് 3 തക്കാളി എന്ന കണക്കിന് ഒരു മിക്സിയുടെ ജാറിലിട്ട് അടിച്ച് മാറ്റി വയ്ക്കാം. അപ്പോൾ ഒനിയൻ ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി. ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടിയും മല്ലിപ്പൊടിയും പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ഞാൻ ചിക്കൻ മസാലയാണ് ഇതിൽ കൂടുതൽ ചേർത്ത് കൊടുക്കുന്നത്, അതുകൊണ്ടാണ്. നിങ്ങളുടെ ഒരു കണക്കിനനുസരിച്ച് നിങ്ങൾ ഇട്ടാൽ മതിയാവും. 2 സ്പൂണ് ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് നന്നായി മിക്സായി വരുമ്പോൾ നമ്മുടെ അടിച്ച് വെച്ചിരിക്കുന്ന തക്കാളിയുടെ പ്യൂരി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് നന്നായി ചേർന്ന് വന്ന് എണ്ണ തെളിയണ ഒരു ടൈം ഉണ്ടല്ലോ, ആ ടൈമിലാണ് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കേണ്ടത്. നമ്മൾ കുക്കറൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നല്ല പാകമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആദ്യം നമുക്ക് ചിക്കനിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കാം. ശേഷം നന്നായി മിക്സ് ചെയ്ത് നമുക്കതിലേക്ക് ചിക്കൻ ഒന്ന് ഇട്ട് കൊടുത്ത് മെല്ലെ ഒന്ന് വേർതിരിച്ചെടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ആ ഗ്രേവിയിൽ ആ ചിക്കൻ മൊത്തം ഒന്ന് മുങ്ങിക്കിടക്കണം. ആ ഒരു രീതിയിൽ നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം തന്നെ ഏകദേശം ചിക്കൻ കറി റെഡിയാണ്. പക്ഷെ നമുക്ക് ഒന്നും കൂടിയും ആ ഒരു മസാലയൊക്കെ അതിൽ പിടിക്കാൻ വേണ്ടി കുറച്ച് നേരം കൂടി ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. വെള്ളം കുറവ് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ ചിക്കനിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളമാണ് ഉണ്ടായിരുന്നത്, വേറെ എക്സ്ട്രാ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്രയും കൂടി ഗ്രേവി വേണമെന്നുള്ളതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തു. നന്നായി തിളച്ച് വരുമ്പോൾ വേപ്പിലയും കൂടി ഇട്ട് നമുക്ക് കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്താൽ നല്ല സ്മെല്ലായിരിക്കും. ഏറ്റവും ലാസ്റ്റ് ഇട്ടാൽ മതി കേട്ടോ ഗരം മസാല. ഇതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചിക്കൻ കറി ഒന്ന് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി ചിക്കൻ കറി റെഡി.